ഇയാളെ വെറുതെ പിടിച്ചിട്ടിട്ട് പിന്നെ ലാപ്ടോപ്പ് ഉണ്ടാക്കുകയാണോ പോലീസ് ചെയ്യേണ്ടത്? പോലീസ് പല കാര്യങ്ങളിലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാണ്. ഈ പ്രതിയെ അങ്ങ് പിടിക്കും ഒരുത്തനെ, പിന്നെ അത് വെച്ചുകൊണ്ട് തെളിവുണ്ടാക്കാൻ നോക്കുകയാണ്. ഇതാണോ കേസ് അന്വേഷണം? രാഹുൽ ഈശ്വർ ഒരു ചെറുപ്പക്കാരനായ അഭിഭാഷകനാണ്. സ്വതന്ത്രമായ മിക്കവാറും കാര്യങ്ങളിലൊക്കെ അഭിപ്രായം ഉള്ള ആളാണ്, അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് കൂലങ്കക്ഷമായിട്ട് തന്നെ പഠിച്ച് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഞാനും രാഹുൽ ഈശ്വരും ഒന്നിച്ച് ഒരുപാട് മീറ്റിങ്ങുകളിൽ, പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ, പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ഇറങ്ങി അതും കൊണ്ടങ്ങ് നടക്കും. അങ്ങനൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു ധാരണയുള്ളത്, ഈ പുരുഷന്മാർ മിക്കവാറും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. അത് കഴിഞ്ഞേ ഉള്ളൂ, പുരുഷന്മാരുടെ പീഡനം കഴിഞ്ഞേ ഉള്ളൂ സ്ത്രീ പീഡനം എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അത് അദ്ദേഹത്തിൻ്റെ ബോധമാണ്, അവബോധമാണ്. അതിന് നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങൾ കരുതുമല്ലോ, ആ രീതിയാണ്. എപ്പോഴും പുരുഷ പീഡനത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു 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 അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അത് വഴി വിട്ടും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അതെന്ത് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഓരോ കേസിൻ്റെയും മെരിറ്റ് പോലും നോക്കാതെ പുരുഷനാണോ ഒരു ഭാഗത്ത്, രാഹുൽ ഈശ്വറും മറുഭാഗത്ത് കാണും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വന്നപ്പോഴും രാഹുൽ ഈശ്വർ ദിലീപിൻ്റെ ഒരു കട്ട സപ്പോർട്ടറായിട്ട് നിന്നു, നമുക്ക് കാണാം. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് കേസുകൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് വരുന്നുണ്ട്. ആദ്യം ഒരു കേസ് വന്നു, പിന്നെ രണ്ടാമത് ഇപ്പം വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനകത്തൊക്കെ ഈ രണ്ടാമതുള്ളതിനകത്ത് ജാമ്യം കിട്ടിയതിനകത്ത് കിട്ടാൻ കാരണം കോടതി പറഞ്ഞത്, അതിനകത്ത് മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ തെളിവുകൾ തന്നെ ഉണ്ട്, ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. ഇയാൾ ഈ ഒരുപാട് സ്ത്രീകളുമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാളടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ വൃത്തിയായിട്ടൊക്കെ സംസാരിക്കും. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും, മനസ്സിലാക്കും, ഏതെങ്കിലും വിധത്തിൽ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തും. അത് ഈവൻ പ്രായം പോലും നോക്കാതെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 21 വയസ്സുകാരിയുടെ മാതാവ് ആണ്, അവരെ കണ്ട അത്രയും പ്രായമൊന്നും പറയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടായിരിക്കാം. ഏതായാലും ആ സ്ത്രീയെ ഡൽഹി പോകാൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പരസ്യമായിട്ട് അവർ മാധ്യമങ്ങളിൽ പറയുന്നത് കേട്ടു. അവർ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയാണ് ഷഹനാസ്. ഇതേപോലുള്ള ഒരുപാട് പേര്. അതിന് മുമ്പ് വേറെ ഒരു സ്ത്രീ, അവർ പേര് പറയുന്നതിൻ്റെ കാരണം അവർ മാധ്യമങ്ങളിൽ വന്ന് പരസ്യമായിട്ട് പറഞ്ഞ് അവരുടെ പേര് വെളിവാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി ഇനി വെളിവാക്കിയെന്നും പറഞ്ഞ് ഇത് കേൾക്കുന്ന ചിലവന്മാരുണ്ട്. ഇയാൾ വലിയ കുഴപ്പം പറഞ്ഞു, ഇവർ ഐഡൻറ്റിറ്റി വെളിവാക്കി, ക്രിമിനൽ കുറ്റമാണ് എന്നൊക്കെ പറയും. അതൊന്നും ക്രിമിനൽ കുറ്റമല്ല. ഐഡൻറ്റിറ്റി വെളിവാക്കേണ്ടവരെന്ന് വെച്ചാൽ അവർ വെളിവാക്കി കഴിഞ്ഞാൽ പിന്നെ വെളിവാക്കുന്നുണ്ടോ ഒളിച്ചു വെച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവർ വെളിവാക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇപ്പോൾ ആൻ ജോർജ് എന്ന് പറയുന്ന, റിയ ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു പെൺകുട്ടി, അത് ഇതേപോലെ ഇയാളുടെ വൃത്തികെട്ടവനാണെന്നുള്ളത് വെളിപ്പെടുത്തി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതുപോലുള്ള ഒരുപാട് തെറ്റുണ്ട്. അപ്പോൾ കോടതി അതിനകത്ത് ഇപ്പോൾ ഈ അവസാനം രണ്ടാമത് കിട്ടിയ അയാൾക്കിപ്പോൾ ബെയിൽ അനുവദിച്ചല്ലോ, മുൻകൂർ ജാമ്യം അനുവദിച്ചു, സെഷൻസ് കോടതി അനുവദിച്ചപ്പോൾ അത് അനുവദിക്കാനുള്ള ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ, റെക്കോർഡുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അത് അവർ തമ്മിൽ പരസ്പര ബന്ധം, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള വീഴ്ച, അത് അവിഹിതമാണ്, ആ വീഴ്ചയാണ് എന്ന് മനസ്സിലായെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇയാൾ ഈ പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്പരം സമ്മതിക്കും, ആദ്യം പോയി ചോദിക്കും, കാര്യം നടക്കുന്നെങ്കിൽ പരസ്പരം സമ്മതിച്ച് പിന്നെ അങ്ങ് വീഴ്ചയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പല പെൺപിള്ളേരെയും വളയ്ക്കുന്നതിനെ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ വളരെ നിർദോഷമായിട്ടാണ്. ഇയാൾക്കങ്ങ് ആഗ്രഹമാണ്, ഇയാൾക്കൊരു കുഞ്ഞു വേണം കേട്ടോ. കുഞ്ഞു വേണമെങ്കിൽ അവൻ പോയി പെണ്ണ് കെട്ടിയിട്ട് അതിനകത്ത് ന്യായമായിട്ട് കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഈ കാണുന്ന പെൺപിള്ളേരെ അടുത്ത് പോയിട്ട് ഒരു കുഞ്ഞുണ്ടാക്കണമെന്ന് പറയുകയല്ല വേണ്ടത്. എന്നിട്ട് ഈ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ പിന്നെ അത് നടക്കുന്നില്ലെങ്കിൽ വിവാഹാലോചന അങ്ങ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ പറയും എൻ്റെ രാഷ്ട്രീയ ഭാവി കേട്ടോ. എൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഇപ്പം രാഷ്ട്രീയ ഭാവിയിൽ ഒരു തീരുമാനമായല്ലോ. ഏതായാലും ഒരു പാർട്ടിയിലുണ്ടായിരുന്നു, കോൺഗ്രസ്സിലുണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് നല്ല ഉദിച്ചുയർന്ന താരമാണ്, അടിപടലെ മൂട് തെറ്റി താഴെ വീണു ഇപ്പോൾ. എന്നിട്ട് വീണു, ഇനി ഇപ്പോൾ എന്തോന്ന് രാഷ്ട്രീയ ഭാവി? അത് ഇന്ന് ആ പാർട്ടിയിൽ നിന്ന് എടുത്ത് ദൂരെ എറിഞ്ഞ് പുറത്താക്കി. ഇപ്പോൾ അതുകൊണ്ട് ഇനി ആരെങ്കിലും അയാൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലും ശരി, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ തിരിച്ചു കയറുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ പരസ്പര സമ്മതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇയാളൊരു അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ, ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA, ഒരു പൊതുപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള പേരെടുത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ നിർബന്ധമായിട്ടും അയാൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അയാൾ സംശുദ്ധി പാലിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പരസ്പര സമ്മതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല. ഒരു പെൺകുട്ടിയോടും അയാൾ ആവശ്യമില്ലാതെ ബന്ധപ്പെടാൻ പാടില്ല, അവിഹിത വീഴ്ച നടത്താനേ പാടില്ല. കാരണം അയാൾ അതല്ല കാണിക്കേണ്ടത്. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു നല്ല നേതാവെന്ന് പറയുന്ന ഒരാൾ, അയാൾ സംശുദ്ധമായ ഒരു പ്രവർത്തനം വേണം അയാളുടെ ജീവിതത്തിൽ. ജീവിത രീതി സംശുദ്ധതയുള്ളതായിരിക്കണം. അത് മാത്രമല്ല അയാൾ ഒരു മോഡലായിരിക്കണം ബാക്കി ആൾക്ക്. ഇയാളെങ്ങനെ മോഡലെന്ന് പറയാൻ പറ്റും? ബാക്കി ചെറുപ്പക്കാർക്ക് ഇയാളെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാർക്ക് ഇത് കണ്ടുകൊണ്ട് കാണുന്ന പെണ്ണുങ്ങളെ എല്ലാം കയറി പിടിക്കാമെന്നുള്ളൊരു തോന്നൽ വരത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൃത്തികേടാണെന്ന് ഇത്. അപ്പോൾ ഏതായാലും അയാൾക്ക് ജാമ്യം കിട്ടി. അപ്പോൾ ഈ ജാമ്യം കിട്ടിയപ്പോൾ രസം എന്തെന്നറിയാം ഇതിനകത്ത്? ഇത് കഴിഞ്ഞ് രാഹുൽ ഈശ്വർ നേരത്തെ ഈ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി വെളിവാക്കി എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിൻ്റെ പേർക്കുള്ള ആരോപണം. എന്നിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ രാഹുൽ ഈശ്വർ അതിൻ്റെ രേഖകൾ കണ്ടിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും വാട്ട് എവർ ഇറ്റ് ബി ആയിക്കോട്ടെ, അയാൾ ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നും ബലാത്സംഗം ചെയ്തെന്ന് പറയുന്ന ഉള്ള ആരോപണം ഉള്ള ആളും അതുപോലെ ഗർഭം ഉണ്ടാക്കിയെന്ന് പറയുന്നവനും വെളി നടക്കുക. അപ്പം അതിൻ്റെ ഗതികേട് നോക്കിക്കോണം. ഇയാളെ ന്യായീകരിക്കാൻ പോയി എന്നുള്ളത് മാത്രം ചെയ്ത വാചക കസരത്ത് മാത്രം നടത്തിയ രാഹുൽ ഈശ്വരൻ ജയിലിൽ കിടക്കുക സുഖമായിട്ട്. ഇതാണ് കാര്യം. നമ്മുടെ നാട്ടിലെ ആ നിയമവ്യവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് പോലീസുകാർ ഇയാളെ കൊണ്ട് നടക്കുക. എന്തുവാ, അയാളെ അവിടെ പോയി പരിശോധിക്കുന്നു, ഇവിടെ പോയി പരിശോധിക്കുന്നു. ഇയാൾ കൊലപാതകമല്ലേ ചെയ്തോ? ഇയാൾ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ? ഇയാൾ ആർക്കെങ്കിലും ഗർഭം ഉണ്ടാക്കിയോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇയാൾ പറഞ്ഞു ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതുപോലെ പീഡിപ്പിക്കുകയാണെന്നും അകത്താക്കാൻ പോവുകയാണെന്നും മനഃപൂർവ്വം ആ സ്ത്രീ ചെയ്തതാണെന്നും ഒക്കെ ഇയാളെ വിളിച്ച് പറഞ്ഞു. അതിന് വേറെ ആരുടെ കയ്യിൽ നിന്ന് കല്യാണത്തിന് പോയതിൻ്റെ പണമോ ഏതാണ്ട് കിട്ടി. അത് AI നിന്നാണ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം നിർബന്ധിച്ചെടുത്തത് അത് വെച്ചുകൊണ്ട് ഏതാണ്ട് വീഡിയോ നടത്തി ചെയ്തു. ഇതേ ഉള്ളൂ. ഇതിന് ഇത്രയും നാൾ അയാൾ ജയിലിൽ കിടക്കണോ? എന്നിട്ടെന്താ, അയാളുടെ ലാപ്ടോപ്പ് എടുക്കണം, അയാളുടെ മൊബൈൽ ഫോൺ എടുക്കണം. ഇപ്പം ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ, ഇയാൾ അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല. അതായത് അയാൾ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായൊക്കെ പറഞ്ഞു കൊടുക്കാൻ അയാളാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടേ? ഇയാളെ വെറുതെ പിടിച്ചിട്ടിട്ട് പിന്നെ ലാപ്ടോപ്പ് ഉണ്ടാക്കുകയാണോ പോലീസ് ചെയ്യേണ്ടത്? പോലീസ് പല കാര്യങ്ങളിലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാണ്. ഈ പ്രതിയെ അങ്ങ് പിടിക്കും ഒരുത്തനെ, എന്നിട്ട് പിന്നെ അത് വെച്ചുകൊണ്ട് തെളിവുണ്ടാക്കാൻ നോക്കുകയാണ്. ഇതാണോ കേസ് അന്വേഷണം? അന്വേഷിച്ച് മനസ്സിലാക്കി ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ പോലീസിന് ബോധ്യപ്പെട്ടാൽ അയാളെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ അവർ തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതല്ല ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എങ്ങി പിടിച്ചു കഴിഞ്ഞിട്ട് ആളിനെ അങ്ങ് പിടിച്ചു, പ്രതി പിടിച്ചിട്ടിട്ട് എന്നിട്ട് പിന്നെ അതിനു വേണ്ടി തെളിവെടുക്കാൻ നടക്കുക. അപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ഈ രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത്, ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് ഇത്രയും പാതകം ചെയ്യേണ്ട കാര്യമുണ്ടോ? പോലീസിന് ഇപ്പോൾ അയാളിൽ ഇത് പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ലെന്നിരിക്കട്ടെ, അയാൾക്ക് മനസ്സില്ല പറഞ്ഞു കൊടുക്കാൻ. അയാൾക്ക് അതിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. അയാൾ പാസ്വേഡ് പറഞ്ഞു കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? പ്രതിയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? അതിന് ഉള്ള ഈ പാസ്വേഡൊക്കെ ബ്രേക്ക് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനം നമുക്ക് ശാസ്ത്രീയ സംവിധാനം ഇല്ലേ? ഉണ്ടല്ലോ. അവിടെ പോയി അത് ബ്രേക്ക് ചെയ്തൊന്ന് പരിശോധിച്ച് എന്ത് ചെയ്യാനാണ് ഇയാളെ? ഈ വീഡിയോയുടെയൊക്കെ തെളിവെടുക്കാൻ. ആ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, യൂട്യൂബിലുണ്ടല്ലോ, ഇപ്പോൾ അവൈലബിൾ അല്ലേ അയാൾ നടത്തിക്കൊണ്ടിരുന്ന, അയാളുടെ പറഞ്ഞിരുന്ന വീഡിയോ. ഇനി അല്ലെങ്കിൽ ആ വീഡിയോകളൊക്കെ അയാൾ വിഡ്രോ ചെയ്തിരിക്കണം. അതെനിക്കറിയില്ല, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുമില്ല. അത് വിഡ്രോ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി,
ഈ രാഹുൽ ഈശ്വർ ഈ കണ്ണടച്ച് ഈ പുരുഷന്മാർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുരുഷ പീഡനം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറേ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതും സത്യമാണ്. കാരണം സ്ത്രീകൾ പറയുന്നതിന് വളരെ വിലയുണ്ട് എന്ന് പല സ്ത്രീകളും തിരിച്ചറിഞ്ഞതിന് ശേഷം ഇതുപോലെ വെച്ചങ്ങ് പറയുകയാണ് മിക്കവാറും. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനകത്ത് ഇപ്പോൾ ആരും ഈ ജഡ്ജിയെ കുറ്റം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, ജാമ്യം കൊടുക്കുന്നത്. കാരണം എന്താ? ഇത് ആൾക്ക് ഇതൊക്കെ അറിയാം, ഇത് ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകൾ. അതുകൊണ്ടാണ് ആരും ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഇപ്പം നടക്കുന്നില്ല. ഒന്നും വേണ്ട, അവരെ കണ്ണീര് കാണുന്നു എന്നൊന്നും ഇപ്പം ആരും പറയുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷേ ആകെപ്പാടെ ഇപ്പം അനുഭവിക്കുന്ന ആരാ? ഞാൻ അന്ന് പറഞ്ഞത്, രാഹുൽ ഈശ്വരും അയാളുടെ ഭാര്യയും കുഞ്ഞും ഇത് അനുഭവിക്കും, ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഇയാൾ ജയിലിൽ കിടക്കുകയാണ് ഒരാവശ്യമില്ലാതെ. അയാളുടെ റിമാൻഡ് നീട്ടിയേക്കാം 14 ദിവസത്തേക്ക്. എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ കോടതി പോലീസ് പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കി പോലീസിൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നതല്ല കോടതികൾ. അതല്ല കോടതികളിൽ ചെയ്യേണ്ടത്. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കണം, അയാളെ അറസ്റ്റ് ചെയ്യാൻ, അയാളെ കൊണ്ടു നടക്കാൻ. അപ്പോൾ അയാൾക്ക് മുൻകൂർ ജാമ്യം അല്ല അയാൾ ചോദിക്കുന്നത്, റെഗുലർ ബെയിലാണ്. ഇത്രയും ഉള്ള ഒരു കേസിനകത്ത് ഈ ഒന്നുമില്ലാന്ന്, അതിന് പ്രതിയെ വെളിയിൽ ജാമ്യം കൊടുത്തേക്കുന്ന കേസിനകത്ത് ഈ പ്രതിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ട് അയാളെ പിടിച്ച് ജയിലിട്ടേക്കുക. ഇതിൻ്റെ യുക്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്താണെന്ന്. സത്യത്തിൽ കഷ്ടമാണ്, ഇത് തോന്നിവാസമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഒരു സ്ത്രീ ഇതുപോലെ പറഞ്ഞു, ഇയാൾക്ക് ഒരാവശ്യമില്ല ഇതിനകത്ത് കയറി ഇടപെട്ടിട്ട്, അയാൾ ആവശ്യമില്ലാതെ അതിൽ കൊണ്ട് തലയിട്ട് ഇത് പിടിച്ചു വാങ്ങിയതാണ്, അതെല്ലാം ശരി. എന്നാലും അയാൾ അവരെ തെറി പറയുകയൊന്നും ചെയ്തില്ലല്ലോ, അശ്ലീല പദങ്ങളൊന്നും ഇയാൾ ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ഒരു കേസില്ല. ഇയാൾ അവരെ ഇത് AI മൂലം ഉള്ള, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്ത പടങ്ങളാണ് അയാൾ ഉപയോഗിച്ചേക്കുക, അല്ലാതെ അയാളൊന്നുമില്ല. അയാൾ ഈ പുരുഷന്മാർക്ക് വേണ്ടി പറയുന്ന ജനറലായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഇതുപോലെ ആളുകൾക്കെല്ലാം വേണ്ടി പറഞ്ഞു. ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അയാൾ യഥാർത്ഥത്തിൽ പല കാര്യങ്ങളിലും നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. അയാൾ എന്നെയും പറഞ്ഞിട്ട് വിമർശിച്ചിട്ടുണ്ട്. എനിക്ക് അയാൾക്ക് വിരോധമൊന്നുമില്ല. കാരണം അത് അയാളുടെ ഒപ്പീനിയനാണ്. ഞാൻ വിമർശനത്തിനൊന്നും അതീതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ വിമർശിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിനകത്ത്. പക്ഷേ ഇയാൾ പറഞ്ഞത് ഞാൻ ഒരു കേസിനകത്ത് ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ കാര്യം പറഞ്ഞു, ആ സ്ത്രീ കഷ്ടമാണ് അതിങ്ങനെ ചെയ്തത്, ഇത്രയും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് ഇയാൾ അതിനും പറഞ്ഞു, എന്നെ ഒരുപാട് വിമർശിച്ചു. പക്ഷേ എനിക്കത് വിരോധമൊന്നുമില്ല അയാളുടെ അടുത്ത്. പക്ഷേ ഇപ്പം ചെയ്യുന്നത്, ഞാൻ നീതിയുക്തമായ ഒരു കാര്യമാണ് പറഞ്ഞ്, ഇപ്പം ചെയ്യുന്നത് ശരിയല്ല. ഒരാൾക്ക് ജാമ്യം കൊടുക്കേണ്ടതിൻ്റെ അതിൻ്റെ ഗ്രൗണ്ടുകൾ എന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. അതങ്ങനെ ഇയാൾക്ക് ജാമ്യം നിഷേധിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഈ കേസിലുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതിൽ രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണമോ ഒന്നും പോലീസിൻ്റെ വിഷയമല്ല, കോടതിയുടെയും വിഷയമല്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മൂലം ഒരാളെ അതുപോലെ തന്നെ ഒരാൾക്ക് പോലീസിന് ഒരാളടുത്ത് വൈരാഗ്യം ഉണ്ടെന്നിരിക്കട്ടെ, അയാളെ ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കഴിഞ്ഞാൽ കോടതി അതിനെ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ഇയാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണം, ഒന്ന് ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം, അതായത് ഇയാളെ പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അയാളൊരു ഡയർ ക്രിമിനൽ, അതായത് അത്രത്തോളം വലിയൊരു ക്രിമിനൽ, അയാൾ സമൂഹത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായിട്ട് മാറിയിരിക്കുന്ന ആൾ, സമൂഹത്തിൽ എല്ലാവരെയും സമൂഹത്തിൻ്റെ ജീവൻ തന്നെ അത് ആളുകളുടെ ജീവൻ അപകടത്തിലാക്കാൻ പോകുന്ന ആൾ, അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്ന ആൾ, അതുപോലുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. പിന്നെ അത് അല്ലെന്നുണ്ടെങ്കിൽ ആ കുറ്റത്തിൻ്റെ ഗൗരവം, അയാൾ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം പരിഗണിക്കുമ്പോൾ അതിന് ജാമ്യം കൊടുക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത്. പിന്നെ അയാൾ ജാമ്യത്തിൽ വിട്ട് അയാൾ സാക്ഷികളെ സ്വാധീനിക്കുമോ, കള്ള തെളിവുകൾ സൃഷ്ടിക്കുമോ, എവിഡൻസുമായിട്ട് ടാമ്പർ ചെയ്യുമോ, അതായത് അതിലെ തെളിവ് ശേഖരണത്തെ തടസ്സപ്പെടുത്തുമോ, ഇതെല്ലാം നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള, ആ ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ. അല്ലാതെ ഇതൊന്നുമല്ല. ഇതിനകത്ത് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇയാളോടുള്ള വിരോധം, അങ്ങനെ വ്യക്തിവിരോധം, പോലീസിന് ഉള്ള വിരോധമോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കുള്ള വിരോധമോ ഒന്നുമല്ല ഇങ്ങനെയുള്ള കേസുകളിൽ ഇയാളെടുത്ത് തീർക്കേണ്ടത്. ഈ ചെയ്യുന്നത് ശരിയല്ല, അത് തെറ്റാണ്, തികച്ചും തെറ്റാണ്. അയാൾക്ക് നീതി കിട്ടണം, അതാണ് വേണ്ടത്.